ഫ്ലാഷ്ബാക്ക്. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എന്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇവര് കാരണം എന്റെ ജോലി നശിപ്പിക്കാൻ പറ്റിയല്ലോ. അവർക്കൊരു കൂസലുമില്ലല്ലോ. അവർ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവർക്കൊരു കൂസലുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യല്ലേ മന്ത്രിമാരും ഇവിടുത്തെ നിയമവ്യവസ്ഥ എല്ലാം അവർക്ക് സപ്പോർട്ടാണ്. നമ്മളിപ്പോ സാധാ ഡ്രൈവർമാരെ തലയിൽ കയറാനല്ലേ ആളുള്ളൂ. പണി വരുന്നുണ്ടവറാച്ച. 45 വർഷം കയ്യിലിരുന്ന സീറ്റ് ദാ പോയിരിക്കുന്നു. ഈ മേയറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇലക്ഷൻ പ്രചാരണത്തിന് പോലും ഇവരുടെ തല വെളി കാണിച്ചില്ല എന്നുള്ളതാ. കാരണം ഇവരെ വന്നാൽ വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവർ വരെ മാറ്റിക്കുത്തുമെന്ന് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് മികച്ചതായിരുന്നു ഈ 21 വയസ്സുകാരിയുടെ പ്രകടനം. എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ ഞാനാ നീ സച്ചിൻ ദേവിനെ തോൽപ്പിച്ചുകൊണ്ട് ബാലുശ്ശേരിയിൽ നിന്ന് ഇതാ സൂരജിന്റെ വിജയഗാഥ ഇതാ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഈ ഒരു പ്രതിഫലനം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെ ധാർഷ്ട്യം, ഈ മേയർ ഉൾപ്പെടെ ഗണേഷ് കുമാർ തന്നെ നീതിക്കൊത്ത് നിൽക്കാതെ, ന്യായത്തിനൊത്ത് നിൽക്കാതെ അവരെ അധികാരവും അവരെ ആ ഒരു ധാർഷ്ട്യവും കാരണമാണ് ഈ ഒരു നഷ്ടം ഉണ്ടായത്. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. പാവങ്ങളുടെ ഒരു പുച്ഛവും അങ്ങനെ ഒരു ഇത് കാണിച്ചതിലാണ് ഈ ഒരു ഇലക്ഷനിൽ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ മനുഷ്യന്മാരെ മൊത്തത്തിൽ ഈ നികൃഷ്ടജീവി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കണം. നികൃഷ്ടജീവി KSR മൈക്കിൽ കൂടെ പോലും പറയാൻ പറ്റൂല. അത് എതുവാവട്ടെ KSRTC ജീവനക്കാരൻ മൊത്തം പറയും പോലെ ആയിരിക്കും. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ബാലുശ്ശേരിയും പത്തനാപുരവും ഇത് രണ്ട് ഞാൻ പ്രതീക്ഷിച്ച മണ്ഡലവും. എന്നുവെച്ചാൽ നീതി കിട്ടേണ്ട സ്ഥലത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.